ഈ കാരുണ്യ സംഗീത യാത്രകൾ നടത്തി ഒത്തിരി രോഗികൾക്ക് ചികിത്സാ സഹായം നടത്തിയ ശശിയേട്ടനാണ്. അദ്ദേഹം നല്ലൊരു ഗായകനും നല്ലൊരു നടനുമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ എങ്ങനെയാണ് ശശിയേട്ട ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളൊരു കൂട്ടമായിട്ട് സംഗീത ഒരു 3-4 കലാകാരന്മാർ പാടി തെരുവുകളിൽ ടൗണുകളിൽ പാടി അങ്ങനെ തുക സമാഹരിച്ച് സൗണ്ട് സിസ്റ്റത്തിന്റെ പൈസ അവർക്ക് കൊടുത്ത് ബാക്കി ഭക്ഷണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടോ അവരുടെ പഞ്ചായത്തിന്റെ ആൾക്കാരെ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെയാണല്ലേ. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഒത്തിരി വർഷമായോ എങ്ങനെയാണ് നിങ്ങൾ ഈ സംഗീത ലോകത്തേക്ക് കടന്നു വന്നത്? ആരാണ് ഇതിന് പിന്നീട് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്? പിന്നിൽ നമ്മളൊരു മാഷുണ്ടായിരുന്നു, ഹാഷിം അബ്ദുള്ള മാഷ്. അന്ന് ചെറിയ പ്രായത്തിൽ ഞാൻ ഏത് പാട്ട് കേട്ടാതെ ഞാൻ മൂടും. അന്നേരം ജനിക്കുമ്പോഴേ പാട്ടും ജനിച്ചിരുന്നു എൻ്റെ കൂടെ തന്നെ. അതാണ് പോകുന്നത്. പിന്നെ 4ാം ക്ലാസ് മുതൽ പാടാൻ തുടങ്ങിയാണ്. പാവാട വേണമെന്നില്ല ഒരു ഗാനത്തിലൂടെയാണ് ഞാൻ ആ പാട്ട് രണ്ടുപേരി മൂളാൻ പറ്റുമോ? പാവാട വീണം മേലാട വീണം പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക്. പാവാട വീണം മേലാട വീണം പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക്. ആ മുത്താണ് നീ നമ്മക്ക്. നല്ല അടിപൊളി പാട്ടായിരുന്നു ചേട്ടാ. അപ്പം നിങ്ങൾ വേറെ ഒരു സിനിമ ഫീൽഡിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം അതുപോലെ തന്നെ ടെലിഫിലിമിലും. അപ്പം ടെലിഫിലിമിൽ ഏതൊക്കെ ടെലിഫിലിമിലാണ് നിങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്? ടെലിഫിലിം മദ്യത്തിന്റെ അത് ഒരു അച്ഛൻ മദ്യത്തില് കൂട്ടുകാരായിട്ട് പിന്നെ കുടുംബം നശിക്കുന്ന രീതിയിൽ എത്തുന്നു. അവസാനം അയാളുടെ മകള് കളിക്കുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ഊഞ്ഞാലാടി കളിക്കുമ്പോൾ വീണിട്ട് പിന്നെ രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോൾ ഭാര്യ 50 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല മദ്യത്തിന്റെ ലഹരിയിൽ. അങ്ങനെ ഇയാൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കുട്ടി മരിക്കുന്നതാണ്. അതിന്റെ നായകൻ നിങ്ങളായിരുന്നു? അല്ലല്ല, അതിന്റെ നായകനല്ല, ഇത് മദ്യപാനിയായിട്ടാണ്. മദ്യപാനിയായിട്ട് നിങ്ങൾ അഭിനയിച്ചില്ലേ? അപ്പൊ അങ്ങനെ ഈ കുട്ടീനെ പിന്നെ ചിതയിലേക്ക് എടുത്തിട്ടാകുമ്പോ പിന്നെ അച്ഛൻ ശപഥം ചെയ്യുന്നു, കുടിക്കൂലാതെ ശപഥം ചെയ്യുന്നു. അത് സമൂഹത്തിലേക്ക് ഒരു മുന്നോടിയായിട്ട് അങ്ങനെ കൊടുക്കാനാണ്. അതിനെന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ട്? അതിനെ ഓർമ്മ കിട്ടില്ല. ആദ്യത്തെ ഒരു ഫിലിമായിരുന്നു. രണ്ടാമത്തത് മയക്കുമരുന്നിന്റെ പ്രതിജ്ഞ. അതിന് 2024 122 പിന്നെ യൂട്യൂബ് ഷോർട്ട് ഫിലിമില് അതിൽ അന്തർദേശീയ അവാർഡ് ആ ഫിലിമിന് കിട്ടി. പിന്നെ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നത്? അവൻ ഒരു മൂവി അതിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞു. അതിന് അടുത്തത് നായകൻ സിറിൽ, നായിക മഞ്ജു. പിന്നെ ഇപ്പം ഇത് കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗായകനായിട്ടും ഒരു അവാർഡ് കിട്ടിയെന്നറിഞ്ഞു. അപ്പൊ അത് ഏതാണ് കിട്ടിയത്? അത് തൃശ്ശൂരിൽ നിന്ന് സ്നേഹവീടിന്റെ ഒരു മത്സര പരിപാടിയായിരുന്നു. അവിടെ നിന്ന് കിട്ടി. പിന്നെ നമ്മളൊരു സ്നേഹവീടിന്റെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അവിടുന്ന് സ്നേഹാദരവ് കിട്ടി, കാസർഗോഡിന്റെ ഗായക നിലയിൽ. അങ്ങനെ വയലാറിന്റെ ഗാനങ്ങൾ കൂടുതൽ ഗാനങ്ങളിലാണ് ഞാൻ പാടുന്നത്. വയലാറിന്റെ മകളിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഇന്ദിരയിൽ നിന്ന്. അതായത് സ്വർഗപുത്രിന്റെ പാട്ടിനാണ് എനിക്ക് വയലാറിന്റെ മകളിൽ നിന്ന് കിട്ടിയത്. അവിടുന്ന് പിന്നെ വയലാറിന്റെ മകളെ പരിചയപ്പെട്ടു, വയലാറിന്റെ മകളുടെ മകളെ പരിചയപ്പെട്ടു. അവരുടെ ഫോട്ടോ അടക്കം എൻ്റെ ഫോണിലുണ്ട്. ഇപ്പോ ആ കുട്ടിയുടെ കുഞ്ഞിലെ അമ്മ മരിച്ചു, കൊറോണ സമയത്ത് മരിച്ചു പോയതാണ്. അപ്പം എന്നാല് ആ ഒരു പാട്ട് രണ്ടുപേരി പാട്ടൊന്നും മൂളാം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ
സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. അപ്പം ശശിയേട്ടൻ ഇത്തിരി നേരം എന്നോടൊപ്പം ചെലവഴിച്ചതിന് 1000 നന്ദി അറിയിക്കുന്നു. ഇനി ഒത്തിരി നല്ല സിനിമകളും അതേപോലെ തന്നെ ഒത്തിരി നല്ല പാട്ട് പാടാനുള്ള അവസരവും ശശിയേട്ടനെ തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.